KSTA 33ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 2 ദിനങ്ങളിലായി നടക്കുന്ന സമ്മേളനം ശനിയാഴ്ച രാവിലെ LDF കൺവീനറും മുൻ മന്ത്രിയുമായ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ തൊഴിലാളികളും കർഷകരും ജീവനക്കാരും അധ്യാപകരുമെല്ലാം രാജ്യം ഭരിക്കുന്ന NDA സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടത്തിലാണ്. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പോരാട്ടങ്ങൾക്ക് കരുത്തേകാനും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ ബദൽ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ വികസന നയങ്ങൾക്കും ജനപക്ഷ നിലപാടുകൾക്കും ശക്തി പകരാനും നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും കേരളത്തിലെ ഏറ്റവും വലിയ ഈ അധ്യാപക സംഘടന അഭിപ്രായപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മതനിരപേക്ഷ വിദ്യാഭ്യാസം സംരക്ഷിക്കുക, ബഹുസ്വര ഇന്ത്യ നിലനിർത്തുക എന്ന കാലിക പ്രാധാന്യമുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KSTA ഇത്തവണ സമ്മേളനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചന്തപ്പ മാസ്റ്റർ നഗറിൽ നടക്കുന്ന സംഘടനയുടെ 33ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനിയാഴ്ച രാവിലെ LDF കൺവീനറും മുൻ മന്ത്രിയുമായ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമുക്ക് മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയിൽ വേണം. ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒന്നിനപ്പെട്ട സ്ഥലത്താണ് പഴയ എന്തിനാണ് ഫലപ്രദമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകട്ടെ. ഇവിടെ മെഡിക്കൽ കോളേജുകളിൽ വേണം, സ്കൂളുകളിൽ വേണം. എല്ലാവർക്കും പഠിക്കാനും വളരാൻ ഡോക്ടർമാരാകേണ്ടവർക്ക് ഡോക്ടർമാരാകാൻ സൗകര്യം ഉണ്ടാകും. എഞ്ചിനീയർമാരാകാൻ ആഗ്രഹിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് എഞ്ചിനീയർമാരാകാൻ കഴിയണം. സയന്റിസ്റ്റാകാൻ കഴിയുന്ന അതിന്റെ റിസർച്ച് സെന്ററുകളുണ്ടാകും. IAS കോച്ചിങ് നമുക്ക് കൊടുക്കണം. സിവിൽ സർവീസിൽ കേരളത്തിന്റെ സാന്നിധ്യം കുറവാണ്. അല്പം എനിക്ക് തോന്നുന്നു കാസർഗോഡ് ഭാഗത്ത് മാത്രമേ സിവിൽ സർവീസിൽ കൊടുത്തു. അതുകൊണ്ട് ഇത്തരം മേഖലകളിലൊക്കെ നമ്മുടെ കേരളത്തിന്റെ വളർച്ചയെ ഉയർത്തിക്കൊണ്ടുവരാൻ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് കേരളം ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒരു മെച്ചപ്പെട്ട സംസ്ഥാനമാണ്. സാമൂഹ്യക്ഷേമ രംഗത്ത്, സാഹോദര്യത്തിന്റെ രംഗത്ത് കേരളം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. നമുക്കുള്ളൊരു പ്രശ്നമുണ്ട് സാമ്പത്തികമായും, അതുപോലെ നമുക്ക് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുറവുണ്ട്, പണത്തിന്റെ കുറവുണ്ട്. ഇത് രണ്ടും പരിഹരിച്ചുകൊണ്ട് കേരളത്തെ അതിവേഗത്തിൽ ഉയരണം. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് U ശ്യാമഭട്ട് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി K രാഘവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് L മാഗി, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ PA ഗോപാലകൃഷ്ണൻ, P ദിലീപ് കുമാർ, FSCTU ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ്, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി PV ശരത്, അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ഹരിദാസ്, NK ലസിത എന്നിവർ സംസാരിച്ചു. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A മാധവൻ, മുൻ സംസ്ഥാന നേതാക്കളായ V നാരായണൻ, P രഘുദേവൻ, സുബ്രഹ്മണ്യ തന്ത്രി, A പവിത്രൻ, CM മീനാകുമാരി, K മോഹനൻ, ശോഭ കല്ലത്ത്, KV ദാമോദരൻ, K ശ്രീധരൻ, P മാധവൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ചടങ്ങിൽ സംഘടക സമിതി വൈസ് ചെയർമാൻ മധു മുതിയക്കാൽ സ്വാഗതവും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി T പ്രകാശൻ നന്ദിയും പറഞ്ഞു. 2 ദിനങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഉദുമ.